Hi friends, welcome back to jaya'srecipes. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വട പോലെയല്ല. ഇത് കപ്പ കൊണ്ടുണ്ടാക്കിയ വടയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റുള്ള വടയാണിത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് കപ്പ വേവിച്ചിട്ട് ഒരു കപ്പാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വളരെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കപ്പ നന്നായിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുരുമുളക് പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടി ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കടലമാവാണ്. അതായത് നമ്മൾ ബജ്ജിക്കൊക്കെ എടുക്കുന്ന കടലമാവ് അല്ലെങ്കിൽ ബേസൻ കടലപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ചേർത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ രണ്ടും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈ വല്ലാതെ അങ്ങനെ ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ കൈ ഒന്ന് നനയ്ക്കാം കേട്ടോ. അല്ലാതെ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഇനി ഇത് ചെറിയ ചെറിയ വടയുടെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം, നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ. പക്ഷേ ഇതാവുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഹോളൊക്കെ ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഇതുപോലെ എല്ലാ വടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 8-9 വട ഒരു കപ്പ് കപ്പ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു മീഡിയം സൈസുള്ള വട. ഇപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇതിപ്പോൾ പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും കപ്പ വേവിച്ചിട്ട് അങ്ങനെ ചമ്മന്തി കൂട്ടിയിട്ട് അല്ലെങ്കിൽ തോരൻ പോലെയൊക്കെ അല്ലേ കഴിക്കുക. ഇതുപോലെ കപ്പവട ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റാണ്. അതേപോലെ ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പവട റെഡിയായി. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്